2022 റിലീസ് ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ ആക്ഷൻ സ്കൈഫൈ മൂവിയാണ് റൈസിംഗ് ബോവാസ് ഇൻ എ ഗേൾസ് സ്കൂൾ. ഒരു സ്കൂൾ മുഴുവൻ വിഷപ്പാമ്പുകൾ വന്നു നിറയുന്നു. അതും ആയിരക്കണക്കിന് വിഷപ്പാമ്പുകൾ, പല നിറത്തിലും വലിപ്പത്തിലുമുള്ള വിഷപ്പാമ്പുകൾ. അതെല്ലാം കൂടി അവിടെയുള്ള കുട്ടികളെ കടിച്ചു കൊല്ലുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ രാക്ഷസ പാമ്പും. ആ പാമ്പ് കാരണം ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ അവർ എങ്ങനെയായിരിക്കും രക്ഷപ്പെടുക? അപ്പോൾ ഇത് അറിയുന്നതിനായിട്ട് ഈ വളരെ രസകരമായ കഥ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക. കൂടാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ ആദ്യം കാണിക്കുന്നത് കുറച്ച് ബിസിനസ്സുകാരെയാണ്. എല്ലാവരും കൂടി ഇപ്പോൾ ഒരു ഫാക്ടറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പെണ്ണാണ് ഇതിൻ്റെ എല്ലാം മുതലാളി. ബാക്കി കൂടെ ഉള്ളവർ അവളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. മാഡം, കഴിഞ്ഞ തവണ പാമ്പുകൾക്ക് കൊടുത്ത തീറ്റയില്ലേ, അത് വളരെ നല്ലതായിരുന്നു. അത് കഴിച്ചിട്ട് അതിനകത്ത് ഒരു പാമ്പിനാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് 1 മീറ്ററാണ് നീളം വെച്ചത്. ഈ പെണ്ണ് നടത്തുന്ന ബിസിനസ് എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള പാമ്പുകളെ വളർത്തും. ശേഷം അതിനെയെല്ലാം കൊന്ന് അതിൻ്റെ തോല് ഉരിഞ്ഞെടുക്കും. പാമ്പിൻ്റെ തൊലിക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. ദേ, ഈ തോല് കണ്ടോ, എന്ത് ക്വാളിറ്റിയാണെന്ന് നോക്കിക്കേ. ഈ സീസണിൽ ഒരു 10,000 പാമ്പിൻ്റെ തോലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 10,000മോ? അത്രയുമൊക്കെ പറ്റുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾ തന്നെ സ്വന്തമായി കണ്ടുപിടിച്ച ഫുഡാണ് ഞങ്ങൾ പാമ്പിന് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പാമ്പ് വളർന്ന് പാകമെത്താനായിട്ട് ഏകദേശം 2 വർഷമെങ്കിലും വേണ്ടി വരും. പക്ഷേ ഞങ്ങൾ കൊടുക്കുന്ന ഫുഡ് കൊടുക്കുകയാണെങ്കിൽ വെറും 2 മാസം കൊണ്ട് അതിൻ്റെ തോലെടുക്കാൻ പറ്റും. ഞങ്ങൾക്കൊന്ന് നേരിട്ട് കാണണമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി പാമ്പിനെ കാണാനായിട്ട് പോവുകയാണ്. പക്ഷേ അവിടേക്ക് ചെന്നപ്പോഴോ അവിടെയെങ്ങും ഒരു ഒറ്റ പാമ്പ് പോലുമില്ല. ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. ദൈവമേ, എൻ്റെ പാമ്പെല്ലാം ഇതെവിടെ പോയി എന്നും പറഞ്ഞ് അയാൾ അവിടെയെല്ലാം ഓടി നടന്ന് തപ്പുകയാണ്. എന്നാൽ അവിടെയെങ്ങും പാമ്പിൻ്റെ പൊടി പോലുമില്ല. ആ സമയത്ത് ആ പെണ്ണ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെയായിട്ട് ഒരു വലിയ പാമ്പിൻ്റെ തോല് കിടക്കുന്നതാണ്. അതും വളരെ വലുത്. പെട്ടെന്നാണ് അവളുടെ തലയിലായിട്ട് എന്തോ വന്ന് വീഴുന്നത്. അത് കണ്ട് അവൾ മുകളിലേക്ക് നോക്കിയപ്പോഴോ ദേ ഒരു യമണ്ടൻ രാക്ഷസ പാമ്പ്. അതിനെ കണ്ടതും എല്ലാവരും അന്തം വിട്ടുപോയി. ഈ പാമ്പ് ഇത്രയും വളരാൻ കാരണം ഇവർ ഇതിന് കൊടുത്ത തീറ്റയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വലിയ പാമ്പ്. അവൾ അത് പറഞ്ഞു തീർന്നില്ല. ആ പാമ്പ് അപ്പോൾ തന്നെ ആ പെണ്ണിനെ വിഴുങ്ങിക്കളഞ്ഞു. മാത്രമല്ല അതിൻ്റെ പുറകെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സകല പാമ്പുകളും അങ്ങോട്ട് വരാൻ തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പാമ്പുകൾ അറഞ്ചം പുറഞ്ഞം കടിക്കാൻ തുടങ്ങി. 1ഉം 2ഉം പാമ്പല്ല, ആയിരക്കണക്കിന് പാമ്പുകൾ. എല്ലാം കൂടി അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം കടിച്ചു കുടയുകയാണ്. അതിൻ്റെ കൂടെ ആ വലിയ രാക്ഷസ പാമ്പും. അതാണെങ്കിൽ കണ്ണിൽ കണ്ട എല്ലാവരെയും പിടിച്ച് വിഴുങ്ങാൻ തുടങ്ങി. ഇത് കണ്ടതും ആ മൊട്ടത്തലയൻ ജീവനും കൊണ്ട് അവിടുന്ന് ഒരു ഒറ്റ ഓട്ടം. എന്നാൽ അത് കണ്ടുകൊണ്ട് ആ രാക്ഷസ പാമ്പ് അയാളുടെ തൊട്ടുപിറകെ വരാൻ തുടങ്ങി. അവസാനം ആ കാട്ടിലൂടെ ഓടി ഓടി അയാൾ വന്ന് നിൽക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കോളേജിൻ്റെ മുന്നിലായിട്ടാണ്. പക്ഷേ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപേ ആ പാമ്പ് അയാളെയും പിടിച്ച് വിഴുങ്ങുന്നു. കൂടാതെ ആ പാമ്പിൻ്റെ നോട്ടം മുഴുവൻ പിന്നീട് ആ കോളേജിലേക്കായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കോളേജാണ്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജ്. മാത്രമല്ല ഇവിടെ ഇന്നൊരു ഗ്രാജുവേഷൻ സെറിമണി കൂടി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പടക്കങ്ങളും അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ ചെന്ന് അവിടെയുള്ള ഒരു ബോക്സ് തുറന്നതും ദേ അതിനകത്തൊരു പാമ്പ്. ഇത് കണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി അതിനെ പിടിച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞു വെക്കുന്നു. ഇവനാണ് ഈ മൂവിയിലെ ഹീറോ. സിയോ എന്നാണ് പേര്. കൂടെയുള്ള സെക്യൂരിറ്റി ഇവൻ്റെ അങ്കിളാണ്. അതേസമയം ആ പ്രിൻസിപ്പൾ ആണെങ്കിൽ പാമ്പിനെ പൊതിഞ്ഞു വെച്ചിരുന്ന തുണിയെടുത്ത് താഴെയിട്ട് ചവിട്ടിക്കൂട്ടാൻ തുടങ്ങി. അവസാനം അതിനെ കൊല്ലുകയും ചെയ്തു. ശേഷം പ്രിൻസിപ്പൾ അവിടെ നിന്ന് പോകുന്നു. അയാൾ എന്തിനാണ് ഈ പാമ്പിനെ കൊന്നത്? നീ ആദ്യം പോയി അവിടെ എവിടെയെങ്കിലും ദ്വാരമുണ്ടോ എന്ന് നോക്ക്. ഇനി ഒരു ഒറ്റ പാമ്പ് പോലും ഇതിനകത്ത് കയറാൻ പാടില്ല. എന്നാൽ അയാൾ പറഞ്ഞതുപോലെ തന്നെ അവിടെയുള്ള മതിലിലായിട്ട് ഒരു വലിയ ദ്വാരമുണ്ടായിരുന്നു. എന്നാൽ അതിനകത്തുകൂടി വന്നത് പാമ്പല്ല, അതൊരു പയ്യനായിരുന്നു. അവൻ വന്നത് കോളേജിൽ പഠിക്കുന്ന തൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാനായിരുന്നു. ലിയോ എന്നാണ് ഇവൻ്റെ പേര്. എന്നാൽ നമ്മുടെ സിയോ അവനെ കൈയോടെ പിടികൂടി. പിന്നീട് കാണിക്കുന്നത് ആ സ്കൂളിലെ ബാത്റൂമാണ്. പെൺകുട്ടികൾ അവിടെ നിന്ന് കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൻ്റെ അകത്തേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ആ പെണ്ണ് അറിഞ്ഞതേയില്ല. കുളി കഴിഞ്ഞ് തുടയ്ക്കാൻ വേണ്ടി തുണിയെടുത്തതും ദേ അവിടെ ഒരു പാമ്പ്. അതിനെ കണ്ടതും ആ പെണ്ണ് നിലവിളിക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ സിയോയും കേൾക്കുന്നുണ്ട്. നീ ഇവിടെ തന്നെ നിന്നോണം, ഇവിടെ നിന്ന് അനങ്ങിയാൽ ഞാൻ അപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും എന്നും പറഞ്ഞിട്ട് സിയോ അകത്തേക്ക് ഓടുന്നു. എന്നാൽ ആ പയ്യൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. അതേസമയം സിയോ ബാത്റൂമിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള പെൺപിള്ളേരെല്ലാം കിടന്ന് നിലവിളിക്കുകയാണ്. ചെന്ന് നോക്കിയപ്പോൾ ദേ ഇഴഞ്ഞു വരുന്നു ഒരു പാമ്പ്. അതിനെ കണ്ടതും അവൻ ഓടിച്ചെന്ന് ഈസിയായിട്ട് അതിനെ പിടിക്കുന്നു. നിങ്ങളാരും പേടിക്കേണ്ട, നമ്മൾ ഇതിനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് തിരിച്ച് നമ്മളെ ഉപദ്രവിക്കൂ. എന്നാൽ അത് അവൻ്റെ വെറും തോന്നൽ മാത്രമായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് അവൻ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ നായികയാണ്. മെൻഗ എന്നാണ് അവളുടെ പേര്. അവൾ വന്ന് തൻ്റെ കബോർഡ് തുറന്നതും ദേ അതിനകത്തൊരു പാമ്പ്. അത് കണ്ട് അവൾ പേടിച്ച് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. പക്ഷേ ഡോറിൻ്റെ അടുത്ത് ചെന്നപ്പോഴോ അത് ആരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്.
അത് വേറെ ആരുമല്ല, ഇവളുടെ കൂടെ പഠിക്കുന്ന കുറച്ച് തലതെറിച്ച പിള്ളേരുണ്ട്. അവർക്കാണെങ്കിൽ മെൻകയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവളുമാരാണ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തത്. അവൾ എത്ര അലറി വിളിച്ചിട്ടും ആരും വാതിൽ തുറക്കുന്നതേയില്ല. അപ്പോഴേക്കും കുറേ പാമ്പുകൾ കൂടി അവളുടെ അടുത്തേക്ക് ഇഴഞ്ഞു വരികയാണ്. അവൾ അത് കണ്ടതും ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അത് നമ്മുടെ സിയോ കേൾക്കുന്നുണ്ട്. അവൻ ഓടി വന്ന് പെട്ടെന്ന് തന്നെ വാതിൽ തുറക്കുന്നു. ശേഷം കയ്യിലുണ്ടായിരുന്ന മോപ്പ് വെച്ച് അതിനെയെല്ലാം അടിച്ചോടിക്കുന്നു. എന്നാൽ പിന്നെയും പാമ്പുകൾ അവിടേക്ക് വരാൻ തുടങ്ങി. അത് കണ്ടതും അവൻ അവളെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ക്ലാസ് റൂമാണ്. അവിടെ എന്തോ ഒരു എക്സാം നടക്കുകയാണ്. പക്ഷേ അവർ അറിയാത്ത ഒരു കാര്യമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ തറയിൽ നിറയെ പാമ്പുകളാണ്. അതും പലതരത്തിലുള്ള പാമ്പുകൾ. എന്നാൽ ഇത് ആരും കാണുന്നുണ്ടായിരുന്നില്ല. തറയിൽ മാത്രമല്ല, മുകളിൽ സീലിംഗിലും നിറയെ പാമ്പുകളായിരുന്നു. ഇതേസമയം സിയോ അവൻ്റെ അങ്കിളിനെ കൂട്ടിക്കൊണ്ട് പാമ്പുകളെ പിടിക്കാൻ വന്നിരിക്കുകയാണ്. പക്ഷെ അവിടെയെങ്ങും ഒരു ഒറ്റ പാമ്പിനെ പോലും കാണുന്നില്ല. നീ എന്താ എന്നെ കളിയാക്കുവാണോ? സത്യമായിട്ടും ഇവിടെ നിറയെ പാമ്പുകൾ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞത് സത്യമാണ്. പക്ഷേ അത് സാധാരണ പാമ്പുകളെ പോലെ അല്ലായിരുന്നു. തികച്ചും ആക്രമണകാരികളായിരുന്നു. നമുക്കിത് എത്രയും പെട്ടെന്ന് പ്രിൻസിപ്പലിനെ അറിയിക്കണം. അങ്ങനെ അവർ 3 പേരും കൂടി ഇത് പ്രിൻസിപ്പലിനെ അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. അതേസമയം പ്രിൻസിപ്പലിൻ്റെ കൂടെ ഗ്രാജുവേഷൻ സെറമണിക്ക് വന്ന കുറച്ച് VIP-കളും ഉണ്ടായിരുന്നു. ആ സമയത്ത് സിയോയും മെൻകയും കൂടി വന്ന് പാമ്പിൻ്റെ കാര്യം പറയുന്നത്. സാർ, ഇവിടെ മുഴുവൻ പാമ്പാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചേ പറ്റൂ. ഇവിടെ എങ്ങനെയാണ് പാമ്പ് കയറിയത്? നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പുറത്താക്കിയിരിക്കുന്നു. ഈ പ്രശ്നം കാരണം തൻ്റെ സ്കൂളിന് ചീത്തപ്പേരാകുമോ എന്ന പേടിയായിരുന്നു അയാൾക്ക്. പക്ഷേ അയാൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പാമ്പുകൾ കൂട്ടത്തോടെ വരികയാണ്. അതേസമയം തന്നെ സിയോയും മെൻകയും വരുന്നത് അവിടെയുള്ള ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലേക്കാണ്. അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ മുഴുവനും അവർ മൈക്കിൽ കൂടി അനൗൺസ്മെന്റ് ചെയ്യാൻ തുടങ്ങി. ഈ കോളേജ് മുഴുവൻ പാമ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് എല്ലാവരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് എന്തോ കണ്ട് പേടിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ആ രാക്ഷസ പാമ്പായിരുന്നു. അതിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പലിന്റെ തൊട്ടു മുന്നിലാണ്. അതിനെ കണ്ടതും സകല ആളുകളും പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ നിന്ന് ഇത് സിയോയും കാണുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം ഒറ്റക്കടിക്ക് അത് നമ്മുടെ പ്രിൻസിപ്പാളിനെയും അകത്താക്കി. അത് കണ്ടതും എല്ലാവരും അവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങി. പക്ഷേ പാമ്പ് വിടുന്നില്ല. അത് അവിടെയുള്ള സകലരെയും തൂത്തുവാരി കടിക്കുകയാണ്. കോളേജിന്റെ അകത്തും ഇതുതന്നെയാണ് അവസ്ഥ. എവിടെ നോക്കിയാലും പാമ്പുകൾ. പാമ്പിനെ കണ്ട് എല്ലാവരും കൂടി രക്ഷപ്പെടാൻ വേണ്ടി കൂട്ടത്തോടെ പുറത്തേക്ക് ഓടുകയാണ്. അതിനും വേണ്ടി പാമ്പുകളായിരുന്നു അതിനകത്തെല്ലാം. ഈ കാര്യങ്ങളെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് സിയോയും മെൻകയും. മെൻക പെട്ടെന്ന് തന്നെ സിയോയുടെ കയ്യിൽ നിന്നും മൈക്ക് മേടിക്കുന്നു. ശേഷം അവൾ എല്ലാവർക്കും ധൈര്യം കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരിടാൻ നമുക്ക് ഒരുപാട് പരിശീലനം കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കിതെല്ലാം നേരിടാൻ പറ്റും. ദയവ് ചെയ്ത് എല്ലാവരും ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. എങ്ങനെയെങ്കിലും നമുക്ക് ഈ സ്കൂളിൽ നിന്നും എല്ലാവരെയും ഒഴിപ്പിച്ചേ പറ്റൂ. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചോടുന്നത് നിർത്തിയിട്ട് റെസ്ക്യൂ ചെയ്യാൻ ആരംഭിക്കുന്നു. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പരസ്പരം സഹായിക്കുകയാണ്. അങ്ങനെ അവസാനം എല്ലാവരും ഓടി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ദേ വരുന്നു തൊട്ടുപുറകെ ആ രാക്ഷസപ്പാമ്പ്. അത് വന്ന് കണ്ണിൽ കാണുന്നവരെ എല്ലാം പിടിച്ച് വിഴുങ്ങാൻ തുടങ്ങി. അതേസമയം ഇവിടെ എല്ലാവരും ഓടി വന്ന് ഒരു വിധത്തിൽ ആ ബസ്സിൽ കയറുന്നു. എന്നാൽ സിയോ നോക്കുമ്പോൾ മെൻകയെ മാത്രം കാണുന്നില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അവൻ അവളെ നോക്കാൻ വേണ്ടി പോയതും അവൻ്റെ അമ്മാവൻ അവനെ പെട്ടെന്ന് തടയുന്നു. നീ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? മെൻകയും അവളുടെ കൂടെയുള്ളവരും ഇതുവരെ എത്തിയില്ല. അവരെ ഒന്നും രക്ഷിക്കാൻ നമുക്കിപ്പോൾ സമയമില്ല. നമ്മൾ വെറും സെക്യൂരിറ്റികളാണ്, അല്ലാതെ സൂപ്പർ ഹീറോസ് അല്ല. എനിക്കവരെ രക്ഷിച്ചേ പറ്റൂ. അതും പറഞ്ഞ് അവൻ അവരെ രക്ഷിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ അവൻ അവിടെയെല്ലാം ഓടി നടന്ന് നോക്കിയിട്ടും അവിടെയെങ്ങും മെൻക ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് മെൻകയെയാണ്. അവളിപ്പോൾ തൻ്റെ കൂടെയുള്ളവരുടെ കൂടെ സ്കൂളിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. അവസാനം നമ്മുടെ സിയോ അവരെ കാണുന്നു. എന്നാൽ ആ സമയത്ത് അവൻ്റെ തൊട്ടുപുറകിൽ തന്നെ ആ രാക്ഷസ പാമ്പ് ഉണ്ടായിരുന്നു. അതാണെങ്കിൽ സിയോയെ കണ്ട് അവനെ കടിക്കാനായിട്ട് ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. ഡോറിന്റെ ഉള്ളിൽ ഗ്ലാസ് ആയത് കാരണം മെൻക എന്തൊക്കെ വിളിച്ചു കൂവിയിട്ടും അതൊന്നും സിയോ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ആ പാമ്പ് അവൻ്റെ തൊട്ടടുത്ത് എത്തിയതും അവന് കാര്യം മനസ്സിലായി. അതവനെ കടിക്കാനായിട്ട് ആഞ്ഞതും അവനൊരു ഒറ്റ ഓട്ടം. എന്നാൽ അവൻ്റെ തൊട്ടുപുറകെ തന്നെ ആ പാമ്പും വരുന്നുണ്ട്. അവനാണെങ്കിൽ ജീവനും കൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ അവൻ കാല് തെറ്റി തറയിലേക്ക് മറിഞ്ഞു വീഴുന്നു. അത് കണ്ട് ആ പാമ്പ് അവനെ കടിക്കാനായിട്ട് വന്നതും പെട്ടെന്നാണ് അവൻ്റെ അങ്കിൾ ഓടി വന്ന് അവനെ പിടിച്ച് മാറ്റുന്നത്. അങ്ങനെ അവൻ രക്ഷപ്പെടുന്നു. അവസാനം രണ്ടുപേരും കൂടി ഓടി ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കയറി വാതിലടയ്ക്കുന്നു. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ആ പാമ്പാണ് അവിടെ തന്നെ ഇരിക്കുകയാണ്. അതിനി ഇവരെ പിടിക്കാതെ അവിടെ നിന്ന് പോകുന്ന ലക്ഷണമില്ല. ഇനി എങ്ങനെ പുറത്തിറങ്ങാനാ? ഒരു പിടുത്തവുമില്ല. അങ്ങനെ അവർ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് 2 ബിൽഡിങ്ങുകളിലേക്കും ബന്ധിപ്പിച്ച് കെട്ടിയിരിക്കുന്ന ഒരു വയർ അവർ കാണുന്നത്. വേറെ വഴിയില്ലാതെ അവസാനം 2 പേരും കൂടി ആ വയറിൽ തൂങ്ങി അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോകാൻ നോക്കുകയാണ്.
കാലങ്ങാണം തെറ്റിയൊന്ന് താഴേക്ക് വീണാൽ അപ്പോൾ തീർന്നില്ലേ കാര്യം. ആ പാമ്പ് തൊട്ട് താഴെ തന്നെ കിടപ്പുണ്ട്. അബദ്ധത്തിലെങ്ങാണം വീണുപോയാൽ നേരെ പാമ്പിന്റെ വായിലേക്കായിരിക്കും ചെല്ലുന്നത്. അത് കാരണം ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാതെയാണ് രണ്ടുപേരും പോകുന്നത്. അന്നേരമാണ് എട്ടിന്റെ പണി. ദേ രണ്ട് പാമ്പ് ഇഴഞ്ഞു വരുന്നു. അതും രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ട്. അതോടെ അവർ പെട്ടു. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ചെകുത്താന്റെയും കടലിന്റെയും ഇടയിൽപ്പെട്ട അവസ്ഥ. വേറെ വഴിയില്ലാതെ അവർ സർവ്വശക്തിയുമെടുത്ത് ആ വയറ് പിടിച്ച് കുലുക്കാൻ തുടങ്ങി. അങ്ങനെ ആ രണ്ട് പാമ്പുകളും താഴേക്ക് വീഴുന്നു. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ സിയോയുടെ ഫോണും കൂടി താഴേക്ക് വീഴുന്നു. അതാണെങ്കിൽ നേരെ ചെന്ന് വീണത് ആ പാമ്പിന്റെ തലയിൽ. പിന്നെ പറയണ്ടല്ലോ, അവരെ കണ്ട പാമ്പ് അവരെ കടിക്കാൻ മുകളിലേക്ക് ആഞ്ഞു വരികയാണ്. പക്ഷെ നല്ല ഉയരം ഉണ്ടായിരുന്നതിനാൽ അത്രയും ഉയരത്തിൽ വരാൻ പാമ്പിന് പറ്റിയില്ല. അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം. അത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാരം താങ്ങാനാവാതെ ആ വയറിൻ്റെ ഒരു വശം പൊട്ടി വീഴുന്നു. എന്തായാലും രണ്ടുപേരും ചെന്ന് വീഴുന്നതാവട്ടെ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ അവർ മെൻകയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. സിയോയെ കണ്ട സന്തോഷത്തിൽ അവൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അതോടെ അവനും സന്തോഷമായി. അങ്ങനെ അന്ന് രാത്രിയായി. എന്നാൽ എല്ലാവരും ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ പാമ്പ് അവിടെ നിന്ന് പോകാതെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ആ പാമ്പ് അവിടെ നിന്ന് പോയെന്നാണ്. അങ്ങനെ വരാൻ ഒരു ചാൻസുമില്ല. എനിക്ക് തോന്നുന്നത് അത് ഒളിച്ചിരിക്കുകയായിരിക്കുമെന്നാണ്. അപ്പോൾ നമ്മളിനി എങ്ങനെ രക്ഷപ്പെടും? ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരുന്നത് വരെ കാത്തിരിക്കാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലിയോയെയും അവൻ്റെ ഗേൾഫ്രണ്ടിനെയുമാണ്. അവർ രണ്ടുപേരും റൂമിലിരിക്കുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു വരുന്നുണ്ട്. അത് കണ്ടതും രണ്ടുപേരും കൂടി ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുന്നു. ഇതേ സമയം പുറത്ത് സിയോയും മെൻകയും ഉണ്ടായിരുന്നു. രക്ഷപ്പെടാൻ എന്തെങ്കിലും കിട്ടുമോയെന്ന് നോക്കിയായിരുന്നു അവർ വന്നത്. നിന്നോട് ഇവിടെ വരല്ലുവെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അവനെ തൊട്ടുപോകരുത്, അവൻ എൻ്റെ ലവറാണ്. പക്ഷേ സിയോ വിടുന്നില്ല. പ്രശ്നമുണ്ടാക്കാനുള്ള സമയമല്ല ഇപ്പോൾ. നീ എന്തിനെ പറ്റിയായി പറയുന്നത്? താഴേക്ക് ചെന്ന് നോക്ക്. അങ്ങനെ കാര്യമറിയാൻ അവർ രണ്ടുപേരും കൂടി താഴേക്ക് പോകുന്നു. അപ്പോഴാണ് അവിടെ തൻ്റെ കൂട്ടുകാരികൾ ഇരിക്കുന്നത് അവർ കാണുന്നത്. അപ്പോൾ ഇവരായിരുന്നോ നിന്നെ മുറിയിൽ പൂട്ടിയിട്ടത്? അങ്ങനെയെങ്കിൽ ഇവരെ രക്ഷിക്കാൻ പാടില്ലായിരുന്നു. അതേസമയം സിയോ ആണെങ്കിൽ ഇവിടെയുള്ളവർക്കെല്ലാം മാറിയെടുക്കാൻ വേണ്ടി കുറേ ഡ്രസ്സുകൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് കാരണം ഇവർക്ക് നന്നായിട്ടൊന്ന് ഓടാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അവർ എല്ലാവരും സിയോ കൊണ്ടുവന്ന് ഡ്രസ്സ് ഇടുന്നു. അതേസമയം ലിയോ ആണെങ്കിൽ ഇത്രയും നേരം റെസ്ക്യൂ ടീം വരാത്തതിനാൽ അവരെ വിളിച്ചു നോക്കുകയാണ്. നിങ്ങളെന്താ ഇത്രയും നേരമായിട്ടും ഇവിടെ വരാത്തത്? സാർ, ഇവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായി. അതുകൊണ്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞങ്ങൾ വരികയുള്ളൂ. ഇനിയും 2 മണിക്കൂറോ? എനിക്കൊരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. പുറത്ത് നിറയെ പാമ്പുകളാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് പറയാൻ നീ ആരാ? നീ ആരാണെന്നാണ് നിന്റെ വിചാരം? എൻ്റെ കയ്യിൽ കാറുണ്ട്. ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ആരൊക്കെ വരുന്നുണ്ടോ അവർക്കെല്ലാവർക്കും രക്ഷപ്പെടാം. അത് കേട്ടതും സകല എണ്ണവും കൂടി അവൻ്റെ പുറകെ പോവുകയാണ്. സിയോയും മെൻകയും എത്ര തടയാൻ നോക്കിയിട്ടും അവരൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അതേസമയം അവർ പുറത്തേക്ക് ഇറങ്ങിയതും ആ പാമ്പ് വന്ന് ഓരോരുത്തരെ പിടിച്ച് വിഴുങ്ങാൻ തുടങ്ങി. അത് കണ്ടതും എല്ലാവരും തിരിച്ച് അകത്തേക്ക് തന്നെ കയറി ഓടുകയാണ്. പക്ഷേ അവർ അകത്തേക്ക് കയറിയെങ്കിലും ആ വാതിലിൽ കൂടി പാമ്പും അതിനകത്തേക്ക് കയറുന്നു. നിലവിളി കേട്ട് മെൻക തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവളുടെ ഒരു കൂട്ടുകാരിയെ പാമ്പ് ചുറ്റി വരിഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വേറെ വഴിയില്ലാതെ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ മുന്നോട്ട് വന്നപ്പോഴോ അവിടെയും തറയിൽ നിറയെ പാമ്പുകളായിരുന്നു. എല്ലാം നല്ല ഉഗ്രവിഷമുള്ള പാമ്പുകൾ. പക്ഷേ ഓടിയില്ലെങ്കിൽ ആ രാക്ഷസ പാമ്പ് ഇവരെ എല്ലാം പിടിച്ച് വിഴുങ്ങും. പക്ഷേ അപ്പോഴേക്കും ആ പാമ്പ് കൂടി അങ്ങോട്ട് വരുന്നു. അത് കണ്ടതും സകല എണ്ണവും ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. ഓടി ഓടി എല്ലാവരും ഓടി ഏതോ ഒരു മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു. ശേഷം പാമ്പ് കയറാതിരിക്കാൻ വേണ്ടി കഥ ഇങ്ങനെ തള്ളി പിടിച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും അവിടെയുള്ള ബെഡ്ഷീറ്റ് എല്ലാം മടക്കി ഒരു കയറ് പോലെ ആക്കുകയാണ്. പിന്നീട് അത് ജനലിലൂടെ താഴേക്ക് ഇട്ടിട്ട് അതിലൂടെ പിടിച്ച് താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഒരുവിധം താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് സിയോയാണ്. എന്നാൽ അവൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ പാമ്പ് വാതിലും തല്ലിപ്പൊളിച്ച് അകത്തേക്ക് വരുന്നു. അത് കണ്ടതും അവനെടുത്ത് താഴേക്ക് ഒരു ഒറ്റ ചാട്ടം. എന്നാൽ താഴെ നിൽക്കുന്ന എല്ലാവരും കൂടി അവനെ പിടിച്ചത് കാരണം ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ഓടി അവിടുത്തെ ക്യാൻറ്റീനിലേക്ക് കയറി. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയയുമില്ല. നമുക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആ പാമ്പ് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. താൻ എന്ത് പൊട്ടത്തരമാണോ ഈ പറയുന്നത്? കുറച്ച് മുന്നേ പറഞ്ഞു നമ്മൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന്. ഇപ്പോൾ പറയുന്നു ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന്. താൻ പറയുന്നത് പോലെ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. അവരത് പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും വീണ്ടും ആ പാമ്പ് അങ്ങോട്ട് വരുന്നു. അതോടെ എല്ലാവരും അവിടെ നിന്ന് ജീവനും കൊണ്ടും ഓടാൻ തുടങ്ങി. ഓടി ഓടി എല്ലാവരും ഇപ്പോൾ ചെന്ന് ഒളിച്ചിരിക്കുന്നത് ഒരു ഫ്രീസർ റൂമിലാണ്. അതേസമയം ആ പാമ്പ് അവിടെയും എത്തി. എന്നാൽ എല്ലാവരും പാമ്പ് കാണാതെ അവിടെ പതുങ്ങിയിരിക്കുകയാണ്. ഒരു ചെറിയ ശബ്ദമുണ്ടായാൽ അതോടെ തീർന്നു. അങ്ങനെ കുറേ നേരം തപ്പി നോക്കിയ ശേഷം
അവരെ കാണാതെ പാമ്പ് അവിടെ നിന്നും പോകുന്നു. അത് കണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോയെങ്കിലും ആ സമയത്താണ് കുറേ വിഷപ്പാമ്പുകൾ അങ്ങോട്ട് ഇഴഞ്ഞു വരുന്നത്. നമ്മളിനി എന്ത് ചെയ്യും? അപ്പോഴാണ് അവിടെയുള്ള ഫ്രീസറിൻ്റെ തണുപ്പ് കൂട്ടുന്ന സ്വിച്ച് അവൻ കാണുന്നത്. അത് കണ്ട് അപ്പോൾ തന്നെ അവൻ ആ മുറിയുടെ തണുപ്പ് കൂട്ടുന്നു. അതോടെ അവിടെ മുഴുവൻ ഐസ് പിടിക്കാൻ തുടങ്ങി. തണുപ്പ് താങ്ങാനാവാതെ പാമ്പുകൾ മുഴുവൻ അവിടെ ചുരുണ്ടിരിക്കുകയാണ്. ഈ തക്കം നോക്കി ആ പാമ്പുകളെ ഒന്നും ചവിട്ടാതെ അവർ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അങ്ങനെ വരുന്ന വഴിക്കാണ് മെൻക താഴെ വീഴുന്നത്. അതോടെ അവിടെ ഉണ്ടായിരുന്ന പാമ്പുകളെല്ലാം കൂടി അവളുടെ മേത്ത് കയറുന്നു. അത് കണ്ടതും സിയോ വന്ന് പതിയെ പതിയെ ഓരോ പാമ്പുകളെ എടുത്ത് മാറ്റാൻ തുടങ്ങി. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പെണ്ണിൻ്റെ മുകളിൽ ഒരു പാമ്പ് വീഴുന്നു. അതോടെ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പാമ്പ് വന്ന് സിയോയുടെ കഴുത്തിൽ കടിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒരു വിധത്തിൽ ഓടി മറ്റൊരു റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് സിയോയുടെ കഴുത്തിൽ പാമ്പ് കടിച്ച ഭാഗത്ത് ഉള്ള ചോര മുഴുവനും മെൻക വാഗൊണ്ട് ഊറിക്കളയുന്നു. പിന്നീട് വിഷത്തിനെതിരെയുള്ള മരുന്ന് കുത്തിവെക്കുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞതും അവൻ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അതേസമയം ആ രാക്ഷസ പാമ്പാണെങ്കിൽ ഇവരെ തേടി അവിടെ മുഴുവൻ ഇഴഞ്ഞു നടക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞല്ലോ, ഇതുവരെ ആരും വന്നില്ല. അത് കേട്ട് അവർ വീണ്ടും റെസ്ക്യൂ ടീമിനെ വിളിക്കുന്നു. നിങ്ങളെന്താ ഇതുവരെ വരാഞ്ഞത്? വരുന്ന വഴിയിൽ നല്ല മണ്ണിടിച്ചിലുണ്ട്. കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും കഴിയും ഞങ്ങൾ അവിടെ എത്താൻ. 5 മണിക്കൂറെന്ന് കേട്ടതും എല്ലാവരും ടെൻഷനാകുന്നു. 5 മണിക്കൂർ വരെ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിന്റെ കാർ ഗേറ്റിൻ്റെ അടുത്ത് കിടക്കുമല്ലേ? അവിടെ വരെ വെറും 400 മീറ്റർ മാത്രമല്ലേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ നമുക്ക് അവൻ്റെ കാറിൽ കയറി രക്ഷപ്പെടാൻ പറ്റും. പറയാൻ എന്ത് എളുപ്പമാ, ആ പാമ്പ് പുറത്ത് കാത്തു നിൽപ്പുണ്ട്. നമുക്ക് പെട്രോളിംഗ് കാർ എടുക്കാം, അത് താഴെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കാറിൻ്റെ മോഡൽ ഏതാ? അത് 7 സീറ്റുള്ള വാനാ, എല്ലാവർക്കും അതിനകത്ത് ഇരിക്കാൻ പറ്റും. അത് കേട്ടതും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ എല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരും അറിയാതെ ലിയോ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പോക്കറ്റിൽ വെക്കുന്നു. അത് ദേ ഈ പെണ്ണ് കാണുന്നു. നിങ്ങൾ ഓടിച്ചോണ്ട് വന്ന കാറ് ഏതാണെന്ന് എനിക്കറിയാം. എല്ലാവർക്കും അതിൽ കയറാനൊന്നും പറ്റില്ല. നിനക്ക് എന്താ വേണ്ടത്? അത് കേട്ട് അവൾ അവനെ നൈസായിട്ട് വളയ്ക്കാൻ നോക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ അവൾക്ക് മാത്രം അവൻ്റെ കൂടെ പോയി രക്ഷപ്പെടാൻ വേണ്ടി. അവനതിൽ വീഴുകയും ചെയ്യുന്നു. എന്നാൽ ഇത് അവൻ്റെ ഗേൾഫ്രണ്ട് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, സ്വന്തം കൂട്ടുകാരി തന്നെയല്ലേ അവളെ ചതിച്ചത്. ആ ദേഷ്യത്തിന് അവൾ വന്ന് ഒറ്റയടി. എന്നാൽ ആ സമയത്ത് ആ വലിയ പാമ്പ് അങ്ങോട്ട് വരുന്നു. അത് കണ്ട് അവൾ ആ പെണ്ണിനെ പിടിച്ച് പാമ്പിൻ്റെ വായിലേക്ക് ഒരു ഒറ്റ തള്ള്. അതോടെ ആ പെണ്ണിനെ പാമ്പ് തിന്നുന്നു. എന്നാൽ പാമ്പ് വീണ്ടും അവരുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. അത് കണ്ടതും എല്ലാവരും ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. തൊട്ടുപുറകെ തന്നെ ആ പാമ്പ് മരുന്നുണ്ട്. ഓടി ഓടി എല്ലാവരും അവസാനം ചെന്ന് കയറുന്നത് താഴെ പാർക്ക് ചെയ്തിരുന്ന ആ പെട്രോളിംഗ് വണ്ടിയിലായിരുന്നു. അത് കണ്ട് ആ പാമ്പും ഇവരുടെ പുറകെ വെച്ച് പിടിക്കുകയാണ്. പക്ഷേ പകുതി എത്തിയപ്പോൾ വണ്ടി അവിടെ നിന്ന് പോകുന്നു. അതോടെ സകല എണ്ണവും ഇറങ്ങി ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ ഓടുന്ന സമയത്ത് ഒരു പെണ്ണ് തറയിലേക്ക് വീഴുന്നു. അപ്പോൾ പാമ്പ് അവിടെ എത്തുന്നു. അതേസമയം ബാക്കി എല്ലാവരും ഓടി ഓടി അവസാനം കാറിൻ്റെ അടുത്ത് എത്തുന്നു. പക്ഷേ കാറ് കണ്ടപ്പോഴാണ് അതിനകത്ത് ആകെ 2 പേർക്കേ ഇരിക്കാൻ പറ്റൂ. 7 സീറ്റുള്ള വാനാണെന്നല്ലേ നീ പറഞ്ഞത്? എന്നാൽ അവൻ സിയോയെ ഒരു ഒറ്റ ഇടി. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ഇഞ്ചക്ഷൻ എടുത്ത് സിയോയുടെ കാലിൽ കുത്തി ഇറക്കുന്നു. എന്നിട്ട് തൻ്റെ ഗേൾഫ്രണ്ടിനെയും കൊണ്ട് രക്ഷപ്പെടാൻ കാറിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. പക്ഷേ അപ്പോഴേക്കും അവിടെയും ആ പാമ്പ് വരുന്നു. അതിനെ കണ്ടതും അവൻ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ ഗേൾഫ്രണ്ടിനെ തള്ളി പാമ്പിൻ്റെ മുന്നിലേക്ക് ഇടുന്നു. അതോടെ അവിടെ കാര്യവും തീരുമാനമാകുന്നു. പക്ഷേ എന്നിട്ടും അവൻ രക്ഷപ്പെടുന്നില്ല. പിന്നീട് ആ പാമ്പ് വന്ന് അവനെയും വിഴുങ്ങുന്നു. അതേസമയം ബാക്കിയുള്ളവർ രക്ഷപ്പെട്ട് ഓടുകയാണ്. പക്ഷേ കാലിന് ഇഞ്ചക്ഷൻ കുത്തിവെച്ചത് കാരണം സിയോയ്ക്ക് ഓടാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ആ പാമ്പ് അവിടെ എത്തുന്നു. അത് വന്ന് അവരെ കടിക്കാൻ നോക്കുന്നതും പെട്ടെന്ന് അവൻ്റെ അങ്കിൾ വന്ന് കുറേ പടക്കങ്ങൾ പാമ്പിന് നേരെ എറിയുന്നു. ആദ്യം നീ അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്ക്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വാ. പക്ഷേ അയാൾ അത് കേൾക്കുന്നില്ല. എന്നാൽ അപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരുന്ന പടക്കവും തീർന്നു പോകുന്നു. അതോടെ അയാൾ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. എന്നാൽ ആ പാമ്പ് അയാളെ വിടുന്നില്ല. അത് അയാളുടെ പുറകെ പോകുന്നു. ഇത് കണ്ട് സിയോ അവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്നു. പിന്നീട് അവർ എല്ലാവരും കൂടി അവനെ അവിടെ നിന്ന് പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സ്റ്റോർ റൂമിൻ്റെ അകത്താണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവുമില്ല. നമുക്കിപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മുടെ വിധിയും കാത്ത് നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ അവസാനം വരെ നമുക്ക് പാമ്പിനോട് പോരാടാം. നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ പുറത്തെത്തിക്കും. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പോരാടാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്താണ് ഗ്രാജുവേഷൻ സെറമണിക്ക് വേണ്ടി കൊണ്ടുവന്ന കുറേ പടക്കങ്ങൾ അവർ കാണുന്നത്. അത് കണ്ടതും അവർക്കൊരു ഐഡിയ തോന്നി. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കയ്യിൽ നിറയെ പടക്കങ്ങളുമായിട്ട് പാമ്പിനോട് പോരാടാൻ പോവുകയാണ്. ഇനിയിപ്പോൾ എന്ത് വന്നാലും ആ പാമ്പിനെ കൊന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ പാമ്പിനെ അങ്ങോട്ട് വരുത്താൻ വേണ്ടി അവർ ഒരു പടക്കം മുകളിലേക്ക് വിടുന്നു. അത് കണ്ടതും പാമ്പ് അങ്ങോട്ട്
അങ്ങോട്ട് വരുന്നു. അത് അവിടേക്ക് വന്നതും അവിടെ ഉണ്ടായിരുന്ന സകല ലൈറ്റുകളും അവർ ഓൺ ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരും കൂടി പാമ്പിനെ ആക്രമിക്കാൻ തുടങ്ങി. എല്ലാവരും കൂടി 4 വശത്തു നിന്നും ചറപറാന്ന് പാമ്പിൻ്റെ നേരെ പടക്കം പൊട്ടിക്കുകയാണ്. എന്നാൽ ആ പാമ്പ് അതിൻ്റെ വാലുകൊണ്ട് എല്ലാവരെയും ചുരുട്ടി എറിയുകയാണ്. ഇത് കണ്ടതും സിയോ അവിടെ ഇരുന്ന് പടക്കത്തിൻ്റെ ഒരു ബോക്സ് കത്തിച്ച് അതിൻ്റെ വായിലേക്ക് എറിയുന്നു. അതോടെ പാമ്പിൻ്റെ വായിലിരുന്ന് പടക്കം പൊട്ടാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടി വെച്ച് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒടുവിൽ പാമ്പ് അവിടെ ചത്ത് വീഴുന്നു. ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. പാമ്പ് ചത്ത സന്തോഷത്തിൽ ഒരു പെണ്ണ് അതിൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. എന്നാൽ പാമ്പ് ചത്തില്ലായിരുന്നു. പെട്ടെന്നാണ് ആ പാമ്പ് അവളെ ചുരുട്ടി വായിലാക്കുന്നത്. ശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പെണ്ണിനെയും പാമ്പ് വിഴുങ്ങുന്നു. ഇത് കണ്ട് അവർ വീണ്ടും പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ അത് പാമ്പിന് ഏൽക്കുന്നില്ല. അത് അവരെ വാലുവെച്ച് അടിച്ച് ദൂരെ എറിയുന്നു. പിന്നീട് അത് നേരെ വന്നത് മെൻഗയുടെ അടുത്തേക്കാണ്. ഇത് കണ്ടതും സിയോ ചാടി വന്ന് അതിൻ്റെ തലക്കിട്ട് ഒറ്റക്കൊത്ത്. എന്നാൽ അത് അവനെയും ചുരുട്ടി എറിയുന്നു. ഈ പണി നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായതും അവൻ പ്ലാൻ ബിയിലേക്ക് മാറുന്നു. അത് എന്താണെന്ന് വെച്ചാൽ അവൻ അവിടെ നേരത്തെ എടുത്തു വെച്ചിരുന്ന പെട്രോൾ മുഴുവനും ആ പാമ്പിൻ്റെ മേത്ത് ഒഴിക്കുന്നു. മെൻഗ പെട്ടെന്ന് ലൈറ്റ് ഇട്, പക്ഷേ അവൾ അതിന് തയ്യാറാകുന്നില്ല. കാരണം അവൾ അങ്ങനെ ചെയ്താൽ പാമ്പിൻ്റെ കൂടെ സിയോയും മരിക്കും. എല്ലാവരും മരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഒറ്റയ്ക്ക് ചാകുന്നതാ. നിന്നോട് ലൈറ്റ് ഇടാനല്ലേ പറഞ്ഞത്? പക്ഷേ എന്നിട്ടും അവൾ ലൈറ്റ് ഇടാൻ തയ്യാറാകുന്നില്ല. ഒടുക്കം ആ പാമ്പ് അവനെയും വായ്ക്കുള്ളിലാക്കുന്നു. അത് കണ്ട് അവൾ ഓടിച്ചെന്ന് പെട്ടെന്ന് സ്വിച്ചിൽ ഞെക്കുന്നു. അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പടക്കങ്ങൾ മുഴുവനും പാമ്പിൻ്റെ പുറത്ത് വന്ന് പൊട്ടുന്നു. അതോടുകൂടി പാമ്പ് നിന്ന് കത്താൻ തുടങ്ങി. അങ്ങനെ അവസാനം അത് ചത്തു വീഴുന്നു. ഒരു ജീവൻ മരണ പോരാട്ടത്തിനൊടുവിൽ അങ്ങനെ അവർ അതിനെ കൊന്നിരിക്കുന്നു. പക്ഷേ സിയോ മരിച്ചില്ലേ? മെൻഗയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ സിയോയ്ക്ക് ഒന്നും പറ്റിയില്ലായിരുന്നു. അവൻ്റെ ആ പാമ്പിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നു. അത് കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അതോടെ അവനും സന്തോഷമാകുന്നു. അപ്പോൾ ദേ വരുന്നു അവൻ്റെ അങ്കിൾ. അയാൾക്കും ഒന്നും പറ്റിയില്ലായിരുന്നു. അങ്കിളിനെ കണ്ടതും സിയോ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ റെസ്ക്യൂ ടീമും അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നേരം വെളുത്തു. റെസ്ക്യൂ ടീം വന്ന് അവിടെ ഉണ്ടായിരുന്ന ബാക്കി പാമ്പിനെയും കൂടി പിടിക്കുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. സിയോയും മെൻഗയും ഒന്നിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായിട്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.